നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസമാണ് ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള ഉത്തരവ് നൽകിയത്. ഉപരോധം ഹോർമുസ് കടലിടുക്കിനുമേലല്ല, മറിച്ച് ഇറാൻ തുറമുഖങ്ങളും ഇറാന്റെ കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ്. ഹോർമുസ് ബ്ലോക്കേഡിന്റെ ഭാഗമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആ മേഖലയിലേക്ക് നീങ്ങി. ഏകദേശം 16ഓളം യുദ്ധക്കപ്പലുകളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അതിശക്തമായ പെട്രോളിംഗ് അമേരിക്കൻ നാവികസേന തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ ഇറാനിൽ നിന്ന് പുറത്തേക്കോ തിരികെ ഇറാനിലേക്കോ ഒരു കപ്പലുകളും ചലിക്കുന്നില്ല. മറ്റു രാജ്യങ്ങൾക്ക് വിലക്ക് ബാധകമല്ല. എന്നാൽ മറ്റു തുറമുഖങ്ങളിലേക്കും ഇപ്പോൾ കപ്പലുകൾ അടുക്കാത്ത സ്ഥിതിയാണ്. ഹോർമുസ് കടലിടുക്ക് കടന്ന് തുറമുഖങ്ങളിലെത്താൻ നൂറുകണക്കിന് കപ്പലുകളാണ് പുറക്കടലിൽ നങ്കൂരമിട്ട് കിടന്നത്. ഒരു വശത്ത് പശ്ചിമേഷ്യയിലെ യുദ്ധപ്രതിസന്ധി, നടുക്കടലിൽ കുടുങ്ങിപ്പോയ 100-ലേറെ കപ്പലുകൾ ഇപ്പോൾ വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിലാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകേണ്ട 8 ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകളാണിവ. മറ്റു ചില കപ്പലുകളും വിഴിഞ്ഞത്തേക്കുള്ള തങ്ങളുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. മദർഷിപ്പുകളാണ് ഏറെയും. യുദ്ധം കാരണം ദുബായ് ഉൾപ്പെടെയുള്ള പോർട്ടുകളിലേക്ക് ഇപ്പോൾ ഈ മദർഷിപ്പുകൾ എത്തിക്കാൻ കഴിയുന്നില്ല. സംഘർഷം തുടർന്നാൽ വിഴിഞ്ഞത്തിന്റെ അനുമതി കാക്കുന്ന മദർഷിപ്പുകളുടെ എണ്ണം കൂടും. അന്താരാഷ്ട്ര കപ്പൽചാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം. കൂറ്റൻ മദർഷിപ്പുകൾക്ക് അടുപ്പിക്കാം. ആഴ്ചകളോളം കടലിൽ കുടുങ്ങിപ്പോയ കപ്പലുകൾ ബെർത്തിങ്ങിനും കാർഗോ ഇറക്കാനും ഇപ്പോൾ അനുമതി തേടുന്നു. അന്താരാഷ്ട്ര കപ്പൽചാലിൽ നിന്ന് മുംബൈയിലേക്ക് 700 കിലോമീറ്റർ, അന്താരാഷ്ട്ര കപ്പൽചാലിൽ നിന്ന് മുംബൈയിലേക്ക് 700 നോട്ടിക്കൽ മൈൽ, മുന്ദ്രയിലേക്ക് 1150 നോട്ടിക്കൽ മൈൽ. ചുരുക്കത്തിൽ വിഴിഞ്ഞത്തിന് പകരം ഈ തുറമുഖങ്ങളിലെത്താൻ ഏകദേശം 50 മണിക്കൂറിലേറെ അധിക യാത്ര നടത്തണം. എംബസിയുടെ കപ്പലുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് എത്തിയവയിൽ ഭൂരിഭാഗവും. മറ്റ് കമ്പനികളുടെ കപ്പലുകളും ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അടുപ്പിക്കാനുള്ള മാർഗം തേടുന്നു. 24 മണിക്കൂറും ഒരുപോലെ പ്രവർത്തിക്കുന്ന തിരക്കേറിയ തുറമുഖമായി മാറിയിരിക്കുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. നങ്കുരമിടാനായി 100 കണക്കിന് കപ്പലുകൾ കാത്തുകിടക്കുന്ന അപൂർവ ദൃശ്യഭംഗി. ഇതുവരെ 869 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. 18.20 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. പ്രതിമാസം ശരാശരി 60 കപ്പലുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. 2028 പണി പൂർത്തിയാകുന്നതോടെ 5 കൂറ്റൻ കപ്പലുകൾക്ക് ഒരേ സമയം നങ്കുരമിടാനാവും. 800 മീറ്റർ ബർത്ത് 2000 മീറ്ററാക്കി മാറ്റും. 3.1 കിലോമീറ്റർ പുലിമുട്ട് 4 കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കും. തിങ്കളാഴ്ച US സൈന്യം ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾ നടത്തുന്ന ഉപരോധത്തിന്റെ അതിർത്തികൾ നിശ്ചയിച്ചു. കിഴക്ക് ഒമാൻ ഉൾക്കടലിലേക്കും അറേബ്യൻ കടലിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒമാൻ തുറമുഖത്തിനടുത്തായി ഒരു കപ്പലിന് നേർക്ക് മിസൈൽ ആക്രമണമുണ്ടായി എന്ന് വാർത്തകൾ. ഉപരോധം ഏർപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെ ഒരു ചൈനീസ് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നു. അമേരിക്കൻ അനുമതിയോടെയാണ് ഈ കപ്പൽ പുറത്തേക്ക് കടന്നത്. ഇനി ചൈനയുടെ കപ്പലുകൾ ഇറാനിലേക്ക് വരരുത് എന്ന് അമേരിക്ക നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇറാനിൽ നിന്ന് പൂർണ്ണമായും കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാവികർക്ക് അയച്ച കുറിപ്പിൽ US സെൻട്രൽ കമാൻഡ് പറയുന്നു, അനുമതിയില്ലാതെ ഉപരോധിത പ്രദേശത്തേക്ക് പ്രവേശിക്കുകയോ അതുവഴി കടന്നു പോവുകയോ ചെയ്യുന്ന ഏതൊരു കപ്പലും തടസ്സപ്പെടുത്തുക. ആ കപ്പലുകൾ ഒന്നുകിൽ വഴിതിരിച്ചു വിടുക, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. ഈ ഉപരോധം ഹോർമുസ് കടലിടുക്ക് വഴി ഇറാനിയൻ ഇതര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കോ തിരിച്ചുമുള്ള നിഷ്പക്ഷ ഗതാഗതത്തെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ദുബായ് ഉൾപ്പെടെയുള്ള പോർട്ടുകളിലേക്ക് മറ്റ് കപ്പലുകൾ അടുപ്പിക്കാൻ അവർ ഭയപ്പെടുന്നു. ഇറാൻ ആക്രമണം ഭയന്നാണ് മറ്റ് കപ്പലുകൾ ഇപ്പോൾ ആ പ്രദേശം വിട്ടൊഴിഞ്ഞു നിൽക്കുന്നത്. തിങ്കളാഴ്ച ദുബായ് തീരത്ത് നങ്കുരമിട്ടുകൊണ്ട് ചൈനയിലേക്ക് പുറപ്പെട്ട ടാങ്കർ റിച്ച് സ്റ്റാർ കടലിടുക്കിനടുത്തെത്തിയ മിനിറ്റുകൾക്ക് ശേഷം അവ തിരിച്ചുപോയി. രണ്ടാമത്തെ കപ്പലായ ഓസ്ട്രിയയും വന്നതുപോലെ തന്നെ അങ്ങ് മടങ്ങിപ്പോയി. ഉപരോധത്തിന് തൊട്ടു മുൻപ് തിങ്കളാഴ്ച കടലിടുക്കിലൂടെ കടന്നുപോയത് ഏകദേശം 8 കപ്പലുകൾ. തുടർന്ന് ഉപരോധം ശക്തമാക്കുകയും കപ്പലുകളുടെ യാത്ര പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന 6 ആഴ്ച യുദ്ധം ഒടുവിൽ 2 ആഴ്ച വെടിനിർത്തൽ കാലയളവിൻ്റെ തുടക്കത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ച.
ചർച്ച പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാനെ ഉപരോധിക്കാനുള്ള നീക്കം അമേരിക്ക സ്വീകരിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ കടുത്ത ഉപരോധമാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ഈ യുദ്ധനീക്കം വലിയ വിജയമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നും ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ ഇറാൻ തയ്യാറാണ് എന്നും അമേരിക്ക ഇപ്പോൾ ഇറാൻ അറിയിച്ചിരിക്കുന്നു. വീണ്ടും ചർച്ചകൾക്കുള്ള വഴി തുറന്നു. വ്യാഴാഴ്ച വീണ്ടും ചർച്ചകൾക്കായി അമേരിക്കൻ ഇറാൻ പ്രതിനിധികൾ കണ്ടുമുട്ടും. ഇറാനിയൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശത്തുകൂടി കടന്നുവരുന്ന വാണിജ്യ കപ്പലുകളെ തടയുകയോ ക്വാറന്റൈൻ ചെയ്യുകയോ അമേരിക്കൻ സൈന്യം ലക്ഷ്യമിടുന്നു. ആദ്യം അഭ്യർത്ഥന നൽകും. വീണ്ടും യാത്ര തുടർന്നാൽ അമേരിക്ക ആക്രമണം തന്നെ നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ മുഴുവൻ തീരപ്രദേശവും ഇപ്പോൾ ഉപരോധത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിശോധനയ്ക്ക് വിധേയമായി ഭക്ഷണം, മെഡിക്കൽ സാധനങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെ മാനുഷിക കയറ്റുമതി അനുവദിക്കുമെന്നാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 20,000-ഓളം നാവികരും ഏകദേശം 1,600 കപ്പലുകളുമാണ് ഇപ്പോൾ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പൽ വ്യൂഹത്തിലെ 100-ലധികം കപ്പലുകളാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാനുള്ള അനുമതി തേടുന്നത്. ഒമാൻ കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നാണ് 2 തവണ ആക്രമണമുണ്ടായത്. കപ്പലിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന് റിപ്പോർട്ടുകൾ. കപ്പലിനെ സഹായിക്കാൻ പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ എത്തി. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. കടലിലൂടെ തൊടുത്തുവിട്ട 2 അജ്ഞാത വസ്തുക്കളാണ് കപ്പലിൽ പതിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഒമാനിലെ റാസൽ ഹദ്ദിൽ നിന്ന് ഏകദേശം 112 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് സംഭവം. ഏത് രാജ്യത്തിൻ്റെ കപ്പലാണെന്നോ ആക്രമണത്തിന് പിന്നിൽ ആരാണോ എന്ന തരത്തിലുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. US-നും ഇറാനും മുന്നിലുള്ളത് സങ്കീർണമായ ചില നീക്കങ്ങൾ. 2 ആഴ്ച വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഈ മാസം 21-ാം തീയതി വെടിനിർത്തൽ അവസാനിക്കും. പിന്നീട് ഭയാനകമായ യുദ്ധഘട്ടത്തിലേക്ക് കടക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഒരേ സമയം സൈനികവും സാമ്പത്തികവുമായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. ഉപരോധങ്ങൾ കടുപ്പിച്ച് ഇറാനെ പൂട്ടുക. മറുവശത്ത് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് അമേരിക്കയുടെ മേൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവില്ല. ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന തലത്തിലുള്ള ഉപരോധത്തിനാണ് അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നത്. നിലവിൽ ഇറാനെ വലയം ചെയ്തിരിക്കുന്നത് പോലെയുള്ള നാവിക ഉപരോധം ഇനി തുടരും എന്ന സൂചന അമേരിക്ക നൽകുന്നു. ഹോർമുസ് കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് ഇറാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും US-ന് കഴിയും. ഇതിനിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തലത്തിലുള്ള വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ ആണവ കേന്ദ്രങ്ങളെയോ സൈനിക താവളങ്ങളെയോ ലക്ഷ്യം വെച്ച് ശക്തമായ ആക്രമണത്തിനും അമേരിക്ക മുതിരും. അമേരിക്കയുടെ ശക്തമായ നീക്കങ്ങൾ വിജയം കാണുന്ന കാഴ്ച. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക കൂടി ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇറാൻ മുട്ടുമടക്കി. ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിച്ചു. നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധവുമില്ല, സമാധാനവുമില്ല എന്നതാണ് അവസ്ഥ. ഇറാന്റെ ആണവശേഷി നിയന്ത്രിക്കുകയും മേഖലയിലെ സ്വാധീനം ചുരുക്കുകയും ചെയ്യുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. കടുത്ത ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന സമ്മർദ്ദം, അതാണ് ഇറാനെ അമേരിക്കയ്ക്ക് മുന്നിൽ ഒടുവിൽ മുട്ടുകുത്തിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ഇതിനിടയിൽ മുന്നോട്ടു പോയാൽ ഇസ്രയേൽ സ്വതന്ത്രമായി സൈനിക നീക്കത്തിലൂടെ അതിശക്തമായ ആക്രമണങ്ങൾ ആ മേഖലകൾക്ക് നേരെ നടത്തും എന്നതുറപ്പ്. ചുരുക്കത്തിൽ ഇറാനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ജലപാതയടക്കം നിയന്ത്രണത്തിലാക്കി അമേരിക്ക കടുത്ത ഉപരോധമാണ് ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾ ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.